അപ്പോൾ നമ്മളെ മനസ്സിലുള്ളത് മമ്മൂക്ക. അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടൊക്കെ നിന്നതാ ആദ്യം. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കായിരുന്നു. ഞാനിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഇത് ഇഷ്ടവും റെസ്പെക്റ്റും കാരണമുള്ളൊരു പേടി, അല്ലാതെ മമ്മൂക്ക വഴക്ക് പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ എന്നെ പേടിയാണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പേടിയല്ല മമ്മൂക്ക, ഇഷ്ടം കൂടിയിട്ടും റെസ്പെക്റ്റ് കൂടിയിട്ടും ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ്, അല്ലാതെ പേടിയല്ല. ഓക്കെ. വീണ്ടും വന്ന് എന്തെങ്കിലും പറയും, ചിരിക്കും. അപ്പോൾ ഡയലോഗ് തെറ്റിക്കും. അപ്പോൾ മധു സാറ് നോക്കും. മധു സാറ് നോക്കുമ്പോൾ ഞാൻ പേടിക്കും. ഞാൻ കേട്ടോ ഇല്ല സാർ ഓക്കെ, അടുത്ത ടേക്ക് ഓക്കെ ആക്കും. ലാലേട്ടനാണെങ്കിൽ എങ്ങനെയാ ഈ നമുക്ക് ഡാൻസ് കളിക്കുന്നു, ലാലേട്ടൻ എന്താണെന്നാണ് ഈ സെറ്റിലിംഗ് ചെയ്യുന്നത്? ലാലേട്ടനാകുമ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ലാലേട്ടനും എന്ത് പറഞ്ഞാലും ചിരിപ്പിക്കും, കളിയാക്കും. ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന സമയത്തൊക്കെ സജഷൻ ഷോട്ടൊക്കെ ആണെങ്കിൽ ലാലേട്ടൻ കളിയാക്കി ചിരിക്കും. അപ്പം നമ്മൾ ക്യാമറയിലായിരിക്കും, ലാലേട്ടൻ ഇപ്പുറത്ത് നിന്ന് നമ്മളെ കളിപ്പിക്കും. അപ്പോൾ ടെൻഷനാണ്, ഈ എമോഷനാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ വേണം. അപ്പോൾ പിടിച്ചു നിന്നിട്ടാണ് ഇത് ചെയ്യണം. അത് കഴിഞ്ഞ ഉടനെ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഷൂട്ട് ഞങ്ങൾ ഒറ്റ വീടിനകത്താണ്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരും. അങ്ങനെ വന്ന ഉടനെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് പഠിക്കുന്നു, പെട്ടെന്ന് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം ഈ സ്പോട്ടിൽ വെച്ചിട്ട് തമാശ ഉണ്ടാക്കാൻ അധികം ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് റീടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ തമാശകൾക്ക് സമയമില്ല. പിന്നെ ചെറിയ സ്പേസ് ആണ്, വീടിനകത്തല്ല, അപ്പോൾ അത്രേ സ്ഥലമുള്ളൂ. അപ്പോൾ ആ ഷോട്ടിൻ്റെ സമയത്ത് എല്ലാവരും ഇപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞു സ്ഥലമാണെങ്കിൽ അധികം ആ ഡൈനിങ് ഹാള്, ആ സിറ്റ് ഔട്ടൊക്കെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തമാശ പറയാനുള്ള ഒരു സ്പേസ് ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഇല്ലാത്തത്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ തമാശയും ബഹളമൊക്കെ. CBIക്ക് നമുക്ക് വലിയൊരു സെറ്റായിരുന്നു, CBI ഓഫീസായിട്ട്. അപ്പോൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ കിടക്കുക, ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ് തമാശ പറയാനും ഡാൻസ് കളിക്കാനും ഒക്കെ. അപ്പോൾ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഓഫീസ് കാണിക്കുന്നത് ഫുൾ വൈഡ് റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്, എല്ലാവരും എപ്പോഴും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് കൂടുതൽ തമാശകൾ നടന്നത്. ഏതെങ്കിലും സംവിധായകർ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് സിനിമ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നെ വഴക്ക് പറഞ്ഞാൽ അപ്പം ഞാൻ പറയും. വഴക്ക് പറഞ്ഞ അപ്പൊ കരയും. എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. തമാശ പറഞ്ഞാലും പെട്ടെന്ന് ചിരിക്കും, വഴക്ക് പറഞ്ഞാലും പെട്ടെന്ന് കരയും. അപ്പോൾ എനിക്ക് പേടി. അത് കാരണം ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും തമാശക്ക് പറഞ്ഞാൽ പോലും എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഞാനത് കാരണം ആരുടെ അടുത്തും അങ്ങോട്ടും പറയാറില്ല. ഇനി ഞാൻ പറയണോണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്താലോ അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ? അങ്ങനെ നമ്മുടെ സെറ്റിൽ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ കരഞ്ഞ ഒരു ദിവസമോ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പേടിയുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യും. ഞാൻ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആരാണെങ്കിലും എൻ്റെ അടുത്ത് ഒരു മുഖം കറുപ്പിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും.